കേരളത്തിലെ ഏറ്റവും വലിയ സൂ, അല്ല ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്പോട്ട്, സച്ച് എ റൊമാൻറ്റിക് സ്പോട്ട്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗൈസ്, വെൽക്കം ടു അവർ ഷോ സൂ ലൈഫ്. ഈ പ്രോഗ്രാമിൽ ഇന്ന് ഒത്തിരി പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്പീഷീസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്നും നമ്മൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സ്പീഷീസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഒരുപക്ഷേ ഇന്ത്യൻ ടെലിവിഷൻ, കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിലും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു എപ്പിസോഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങൾ കാണുന്നത്. കഴിയുന്നതും ഭംഗിയായിട്ട് തന്നെ കൂടുതൽ പുതുമയാർന്ന രീതിയിൽ ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. So once again, welcome to our spectacular show, Zoo Life. ഞാൻ പറഞ്ഞു ഒത്തിരി പ്രത്യേകത നിറഞ്ഞ ഒരു സ്പീഷീസിനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന്. ഏതാണെന്നല്ലേ? മങ്കീസ്. മങ്കീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ലയൺ ടെയിൽഡ് മെക്കാക്ക്, സിംഹവാലക്കുരങ്ങ്, റീസസ് മെക്കാക്ക്, പിന്നെ അതുമാത്രമല്ല ഹനുമാൻ ലങ്കൂർ ഓർ കോമൺ ലങ്കൂറിനെ കുറിച്ചും, പിന്നെ നീൽഗിരി ലങ്കൂർ. ഈ 4 ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ടും കാണാനും അറിയാനും പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരം സൂവിൽ നമുക്ക് 2 തരം കുരങ്ങുകളാണുള്ളത്. മക്കാക്ക വെറൈറ്റിയിലുള്ള കുരങ്ങുകളും അതുപോലെ തന്നെ ലങ്കൂർ ഗ്രൂപ്പിലുള്ളത്. മക്കാക്ക വെറൈറ്റിയിലുള്ളതാണ് സിംഹവാലൻ കുരങ്ങ് അഥവാ ലയൺ ടെയിൽ മക്കാക്ക്, പിന്നെ റീസസ് കുരങ്ങൻ, അതുപോലെ ബോണറ്റ് മക്കാക്ക് ആണ് നമുക്ക് മക്കാക്ക ഗ്രൂപ്പിലുള്ള കുരങ്ങന്മാർ. അതുപോലെ ലങ്കൂർ ഗ്രൂപ്പിനകത്ത് നമുക്കുള്ളത് കോമൺ ലങ്കൂർ അല്ലെങ്കിൽ ഹനുമാൻ കുരങ്ങെന്ന് പറയും. അതുപോലെ തന്നെ നീൽഗിരി ലങ്കൂർ അല്ലെങ്കിൽ കരിങ്കുരങ്ങ്. നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ആനിമലാണ് ലയൺ ടെയിൽ മക്കാക്സ്. മക്കാക്സിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 2 ടൈപ്സ്, ബോണറ്റ് മക്കാക്സ് ഉണ്ട്, ലയൺ ടെയിൽ മക്കാക്സ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ലയൺ ടെയിൽ മക്കാക്സ് ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ്. ഇപ്പോൾ ഒത്തിരി അധികം അതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതേപോലത്തെ സൂസും കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അറൗണ്ട് 3000 to 3500 നമ്പേഴ്സ് മാത്രമേ ഇതിലിപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ഇത് പൊതുവിൽ വളരെ വിചിത്രമായൊരു ജീവിയാണ്. ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേക പരിചരണം കൊടുത്ത് നമ്മളിവിടെ നോക്കുകയാണ്. പിന്നെ പുറത്തുനിന്ന് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന അനിമലിനെ ഇവിടെ തരാറുണ്ട്. മോറോവർ നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവാണ്. ഹ്യൂമൻസുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഈവൻ സൂവിലൊക്കെ പോവുകയാണെങ്കിൽ ഇതൊരു ഓപ്പൺ ഏരിയയിലാണ് കിടക്കുന്നത്. കാരണം ഈവൻ നമുക്ക് എല്ലാവർക്കും ഇതിന് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം വളരെയധികം അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളോടൊക്കെ നല്ലതായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്പീഷീസാണ് ലയൺ ടെയിൽ മക്കാക്സ്. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി ഇത് ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിൻ്റെ ഈ മുഖത്ത് രോമം വരുന്ന ഒരു സിൽവർ കളറാണ്. അറൗണ്ട് ചീക്ക് തൊട്ടൊരു ചിൻ വരെ ഉണ്ടാവും അതിൻ്റെ ആ ഒരു ഫുൾ കവറിങ്. അതിന് ജർമ്മനിൽ, അതുകൊണ്ട് തന്നെയാണ് ജർമ്മനിൽ അത് ബാർത്തഫി എന്നൊരു പേരുണ്ട്, വിച്ച് മീൻസ് ബിയേഡ് ഏപ്പ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് ലെങ്ത്ത് അറൗണ്ട് 41 to 60 ആണ്, 61 ആണ് അതിൻ്റെ നോർമലി കാണപ്പെടുന്ന അതിൻ്റെ ലെങ്ത്ത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 20 to 40.
അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 20 ആണ് വൈൽഡ് ലൈഫിൽ. പിന്നെ ഇതേപോലത്തെ പ്രൊട്ടക്റ്റീവ് ഏരിയസിൽ ഇത് 30 വരെ പോകാൻ സാധ്യതയുണ്ട്. ഭക്ഷണരീതികൾ രാവിലെയും വൈകിട്ടുമാണ് ഇവിടെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. ഒരു ദിവസം 2 നേരം പഴങ്ങളും ഫ്രൂട്ട്സും. അതിന് പുറമേ ഇതിനെ ഓപ്പണിൽ വിട്ടു കഴിഞ്ഞാൽ ചെറിയ പുൽച്ചാടിയും പ്രാണികളും ഈച്ചയും ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് തിന്നുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലകൾ ഇതിന് വളരെ ഇഷ്ടപ്പെട്ടൊരു ഇലകളും ഈ ഫ്ലവേഴ്സൊക്കെ കഴിക്കും. ഇലകൾ തളിരിലകളാണ് ഇതിന് വളരെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ പുൽച്ചാടി ഈച്ച ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് തിന്നുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് നോർമലി ഒരു ഗ്രൂപ്പായിട്ടാണ് ഇത് ഈ ഒരു ടെറിട്ടറിയിൽ ഇത് താമസിക്കുന്നത്. ഗ്രൂപ്പായിട്ടെന്ന് പറയുമ്പോൾ അറൗണ്ട് 10 to 20 കുരങ്ങന്മാർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ആ ഒരു സർട്ടൺ ഏരിയാസ്, കാരണം ഇത് എപ്പോഴും ഒരു പുതിയ സ്ഥലങ്ങൾ അത് അഡോപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഒരു ഹാബിറ്റായിട്ട് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടുത്ത ഹാബിറ്റാറ്റിലോട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് ഹ്യൂമൻസിനെ മാറ്റി നിർത്തുന്ന, ഹ്യൂമൻസിനെ അധികം അടുപ്പിക്കാത്ത ഒരു സ്പീഷീസാണ് ഈ കുരങ്ങ്. അപ്പോൾ നോർമലി അവരുടെ ആ ഒരു ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ഫീമെയിൽ മക്കാക്സ് ആണ് കൂടുതലും മെയിലിനെ കാട്ടിയും, ഒബ്വിയസ്ലി നാച്ചുറലി. പിന്നെ അതിൻ്റെ കൂടുതൽ ജസ്റ്റേഷൻ പീരീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 months ആണ് അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ്. പിന്നെ നമ്മുടെ മെയിലിൻ്റെ ഒരു സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 6 ആണ്, ഫീമെയിലിന് 4 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും ഒരു കാരണമാണ്. കാരണം ഇതൊരു എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു ആനിമലാണ് ഈ ലയൺ ടെയിൽ മെക്കാക്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റേഷൻ പീരീഡ് തന്നെ ഇതിനൊരു കാരണമാണ്. കാരണം 6 months ആണ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു 4 years 6 years അത്ര ഒരു ലോങ് ടൈമാണത്. ഈ സിംഹവാലൻ കുരങ്ങാണെങ്കിൽ വളരെ എണ്ണം കുറഞ്ഞു പോയി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ 1 സ്പീഷീസാണ്. ഈ സിംഹവാലൻ കുരങ്ങുകളെ നമ്മുടെ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതിൻ്റെ പ്രജനനം വളരെ സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൂവിൽ ഇതിനെ ആർട്ടിഫിഷ്യലായിട്ട് ഇതിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. റീസസ് മെക്കാക്ക്, അതാണ് ഇദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു അറൗണ്ട് ഒരു 6 numbers റീസസ് മെക്കാക്ക് ഉണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രൗൺ ആൻഡ് ഗ്രേ കളറാണ്, പിങ്ക് ഫേസ് ആണ് അവർക്കുള്ളത്. ഇതൊരു കോമൺലി കാണപ്പെടുന്ന ഒരു മെക്കാക്കാണ്. ഹ്യൂമൻസുമായിട്ട് വളരെയധികം മിങ്കിൾ ചെയ്യുന്ന, ഇൻട്രാക്ട് ചെയ്യുന്ന, വളരെയധികം അടുപ്പമുള്ള ഒരു സ്പീഷീസാണ് റീസസ് മെക്കാക്ക്. അതിൻ്റെ വേറൊരു കാണപ്പെടുന്ന ഏരിയ എന്നൊക്കെ പറയുന്നത് നോർത്തേൺ ഇന്ത്യ സൈഡിലാണ്. ഈവൻ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ, നോർത്തേൺ സൈഡ് അവിടേക്കാണ് കൂടുതൽ കാണപ്പെടുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്പീഷീസാണ് റീസസ് മെക്കാക്ക്. ഈ റീസസ് മക്കാക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുരങ്ങാണ് റീസസ് മക്കാക്ക്. നമ്മുടെ അറിയാമല്ലോ റീസസ് ഫാക്ടർ, നമ്മുടെ ബ്ലഡിലെ റീസസ് ഫാക്ടർ ഈ കുരങ്ങൻ്റെ പേരിൽ നിന്നാണ് അതിന് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ സ്പേസിൽ വരെ പോയിട്ടുള്ള മങ്കിയാണ് റീസസ് കുരങ്ങ്. ഒരുപാട് എക്സ്പെരിമെൻറ്റേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് റീസസ് കുരങ്ങാണ്. റീസസ് കുരങ്ങ് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ സാധാരണയായിട്ട് കാണുകയുള്ളൂ. സൗത്ത് ഇന്ത്യയിലോട്ട് റീസസ് കുരങ്ങില്ല. അതേപോലെ തന്നെ ബോണറ്റ് മക്കാക്ക്, നാടൻ കുരങ്ങ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണുള്ളത്, നോർത്ത് ഇന്ത്യയിലില്ല. ഇത് കാരണം തന്നെ നമ്മൾ പലപ്പോഴും ഈ സൂവിലെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് നമ്മളിവിടുത്തെ നാടൻ കുരങ്ങിനെയാണ് പലതിൻ്റെയും എക്സ്ചേഞ്ച് ആയിട്ട് കൊടുക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രത്യേകപ്പെട്ട ഒരു സ്പീഷീസാണ് നീൽഗിരി ലങ്കൂർ. നീൽഗിരി ലങ്കൂർ എന്ന പേര് തന്നെ നമുക്കറിയാം.
ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നീൽഗിരി ഹിൽസ് ആണ്. നീൽഗിരി ഹിൽസ് ഓഫ് വെസ്റ്റേൺ ഗാട്സ് ഓഫ് സൗത്ത് ഇന്ത്യ. അതാണ് ഇതിനകത്ത് ഇവരുടെ ഇൻഫർമേഷനിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫിസിക്കൽ അപ്പിയറൻസിന് ഒരു കുറേ ഡിഫറൻസ് ഉണ്ട് മറ്റ് ലങ്കൂറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഒരു ഗ്ലോസി ബ്ലാക്ക് കളറാണ്. പിന്നെ അതിൻ്റെ അകത്തൊരു ബ്രൗൺ ഫെയർ ഉണ്ട് ഇതിൻ്റെ ഒരു ഹെഡ് പോർഷനിൽ. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്ന അറൗണ്ട് ഒരു 80 സെൻറ്റിമീറ്റർ, 60 to 80 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതിൻ്റെ ബോഡി വെയ്റ്റ് അറൗണ്ട് 11 to 14 kg ആണ് ആസ് പെർ ഇൻഫർമേഷൻ ബോർഡ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ നോർമലി കാണപ്പെടുന്നത് സെമി എവർഗ്രീൻ വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെയാണ്, വെസ്റ്റേൺ ഗാർഡ്സ് ഇൻ ഇന്ത്യ. അതാണ് അതിൻ്റെ കൂടുതൽ കാണപ്പെടുന്ന അതിൻ്റെ ഹാബിറ്റാറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നീൽഗിരി ലങ്കൂസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ജമ്പ് ചെയ്യാൻ ഒരു ഡിസ്റ്റൻസിൽ ജമ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഈ നീൽഗിരി ലങ്കൂറിന്. അറൗണ്ട് 5 meters, ബ്രാഞ്ചസ് ടു ബ്രാഞ്ചസ്, ട്രീസ് ടു ട്രീസിൽ അറൗണ്ട് 5 meters വരെ ഇതിന് ജമ്പ് ചെയ്ത് പോകാനുള്ളൊരു കഴിവാണ്. അതാണ് ഈ നീൽഗിരി ലങ്കൂസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ കരിങ്കുരങ്ങ് വളരെ വിശേഷപ്പെട്ട ഒരു കുരങ്ങനാണ്. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലും മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കുരങ്ങനാണ്. അത് കൂടുതലും അതിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇതിനെ കരിങ്കുരങ്ങ് രസായനം ഉണ്ടാക്കി വിൽക്കുന്നത് കൊണ്ട് അതിനെ പിടിച്ച് കൊല്ലുകയും മറ്റും ചെയ്തതുകൊണ്ട് ഒരുപാട് എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ വീണ്ടും അതിൻ്റെ നമ്പർ കൂടി വരുന്നുണ്ട്. ഈ കരിങ്കുരങ്ങൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിന് ജനിക്കുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ നല്ല നിറമായിരിക്കും. ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും ദേഹം മൊത്തം കറുത്ത നിറമായിട്ട് വരും. അനദർ കോമൺ സ്പീഷീസ് ആണ് ഇനി പറയാൻ പോകുന്നത്, കോമൺ ലങ്കൂർ ഓർ ഹനുമാൻ ലങ്കൂർ. എല്ലാവർക്കും പരിചയമുള്ളൊരു പേരാണ് ഇത്. ഹനുമാൻ കുരങ്ങ് എന്ന് പറയും, ഹനുമാൻ ലങ്കൂർ എന്ന് പറയും. ഇതങ്ങനെ പറയാനുള്ള കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. രാമായണത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ സീതയെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് ഹനുമാൻ സഹായിച്ച സേനയിൽപ്പെട്ട കുരങ്ങനാണ് ഇത് എന്ന് പറയുന്നുണ്ട് പുരാണത്തിൽ. അതുകൊണ്ടാണ് അതിനെ കോമൺ ലങ്കൂർ ഓർ ഹനുമാൻ ലങ്കൂർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റ് പ്രത്യേകതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് കൂടുതലും ഈ ഹോട്ടായിട്ടുള്ളൊരു ക്ലൈമറ്റിൽ, ഹോട്ടായിട്ടുള്ള ടൈമിലൊന്നും ഇത് ഫീഡ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഈവൻ തോ ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഈ കുരങ്ങ്. ഹോട്ട് ടൈമിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള ടൈംസ് എല്ലാം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ആഹാര കാര്യത്തിൽ, ഭക്ഷണ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത ഇതിനെക്കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ബോഡിയുടെ ലെങ്ത്തിനെക്കാട്ടിയും കൂടുതൽ ലെങ്ത് ഇതിൻ്റെ ടെയിലിനുണ്ട്. അതാണ് ഈ ലങ്കൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ബോഡി സൈസിനെക്കാട്ടിയും കൂടുതൽ ഇതിൻ്റെ ടെയിലിനാണ് നീളം കൂടുതൽ. പിന്നെ കൂടുതൽ കാണപ്പെടുന്നത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഡ്രൈ ഫോറസ്റ്റിലൊക്കെയാണ്, പിന്നെ സ്ക്രബ്സിലൊക്കെയാണ് കൂടുതലും ഇത് കാണപ്പെടുന്നത്. ഹനുമാൻ കുരങ്ങും നീൽഗിരി ലങ്കൂറിൻ്റെ അതേ
കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ നിറത്തിലാണ് വ്യത്യാസം. നീൽഗിരി ലംഗൂർ നല്ല കറുപ്പായിരിക്കും, ഹനുമാൻ ലംഗൂർ ആണെങ്കിൽ ഒരു ഗ്രേ നിറമായിരിക്കും. ഈ ഹനുമാൻ ലംഗൂർ ഇന്ത്യയിലെ അതുപോലെ സൗത്ത് ഏഷ്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നതാണ് ഹനുമാൻ ലംഗൂർ. ഈ ഹനുമാൻ ലംഗൂറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസസ് മക്കാക്കുമായിട്ട് അത് തമ്മിൽ അടിയാണ്. അപ്പം ഈ റീസസ് മക്കാക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഈ ഹനുമാൻ ലംഗൂറിനെ വിട്ട് കഴിഞ്ഞാൽ ഈ റീസസ് മക്കാക്കിനെ ഓടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ലംഗൂർ വാലാസ് എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഉണ്ട്. ഈ ഹനുമാൻ ലംഗൂറിനെ വളർത്തി അത് ഈ നീൽഗിരി ഈ റീസസ് മക്കാക്ക് കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഈ ഹനുമാൻ ലംഗൂറിനെ വിട്ടിട്ട് അവരെ തുരത്തുന്നതും ഓടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. ഇപ്പോൾ അത് പക്ഷേ നിയമം പ്രകാരം അത് ബാൻ ചെയ്തേക്കാണ്. ഈ കുരങ്ങുകളിൽ തന്നെ ഇതിൻ്റെ ബുദ്ധി അതുപോലെ തന്നെ കായികമായ ശേഷിയും ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ സിംഹവാലൻ കുരങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിയുള്ള കുരങ്ങനാണ്. നമ്മൾ പലപ്പോഴും സൂവിലെ റിപ്പോർട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂവിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഫോറിൻ സൂസിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കുരങ്ങനാണ് സിംഹവാലൻ കുരങ്ങ്. അത്രയ്ക്ക് ബുദ്ധിയാണ് ഇത്. കൂടിൻ്റെ പൂട്ട് പൊളിക്കും. അതേപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് എന്തെങ്കിലും ഒരു രക്ഷപ്പെടാനൊരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരു കുരങ്ങനാണ് സിംഹവാലൻ കുരങ്ങ്. അതേപോലെ ഇതിൻ്റെ കായികശേഷി റീസസ് മക്കാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റ് മക്കാക്കിനേക്കാളും വളരെ സ്ട്രോങ് ആണ്. വന്ന് അറ്റാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കേപ്പബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഈ കുരങ്ങുകൾക്ക് ഒരുപാട് തരം അസുഖങ്ങൾ വരും. ഇതിനെ നമുക്കുണ്ടാകുന്ന മീസിൽസ്, റുബല്ല, അതുപോലെ ടെറ്റനസ്, അങ്ങനെ പലതരം അസുഖങ്ങൾ കുരങ്ങിന് വരും. അതുപോലെ ഈ കുരങ്ങിൽ നിന്ന് തന്നെ പല സൂണോട്ടിക് ഡിസീസസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെർപ്പീസ് ബി വൈറസൊക്കെ മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യാവുന്നുണ്ട്. അപ്പം ഈ നമ്മൾ സൂവിൽ വളർത്തുന്ന കുരങ്ങന്മാരെയൊക്കെ അതിനനുസരിച്ച് വാക്സിനേറ്റ് ചെയ്ത് പ്രത്യേകം ക്വാറൻറ്റൈനിലൊക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മുടെ എക്സിബിറ്റിലേക്ക് വിടുന്നത്. അപ്പം അവർ രോഗമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ നമ്മൾ എക്സിബിറ്റിലേക്ക് വിടുകയുള്ളൂ. ഓൾറൈറ്റ് ഗൈസ്, ഒരു മങ്കി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് എല്ലാം ഓൾവേസ് വെൽക്കം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുക. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്പീഷീസുമായിട്ട് തീർച്ചയായിട്ടും കണ്ടുമുട്ടാം. Till then, take care, be kind.